മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്യാത്തൊരു കണ്ടന്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിക്കറ്റ് കീപ്പിംഗ് നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നാണ്. അതായത് ഒത്തിരി പേർക്കും വിക്കറ്റ് കീപ്പിംഗ് എങ്ങനെ ചെയ്യാമെന്നോ അതോ ബോൾ പെട്ടെന്ന് വരുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്നൊന്നും ഇപ്പോഴും അറിയാൻ പാടില്ല. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ നമുക്ക് ഫുൾ ടോസ് എങ്ങനെ അറിയാം, അങ്ങനെ ക്രിക്കറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നൊരു വലിയ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണുക. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തേങ്ങ മനസ്സിലാവില്ല ഗൈസ്. സാധാരണ നിങ്ങൾ മാക്സിമം ഇരുന്ന് കാണുക. ഇനി ഈ വീഡിയോ ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് അതിനായിട്ട് നമുക്ക് ഒരു ഗ്ലൗ എടുക്കാം. ഇപ്പം ഇത് വിക്കറ്റ് കീപ്പറിൻ്റെ ഗ്ലൗ അല്ല, പക്ഷേ നമ്മളിത് അതിനായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഗൈസ് നമ്മൾ ഗ്ലൗ ഒക്കെ ഇട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു 2 ഡ്രിൽസ് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ നേരെ പോവാം. അപ്പോൾ ഗൈസ് ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ടെന്നീസിൻ്റെ ഹാർഡ് ബോളാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബിറ്റ് എടുക്കണം. അതിനുശേഷം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വന്നതിന് ശേഷം നമ്മളിത് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ആദ്യം പ്രാക്ടീസ് ചെയ്യണം. മാക്സിമം ഇങ്ങനെ എറിയണം, പിന്നെ സൈഡിലോട്ടൊക്കെ എറിയണം. അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് പുറകോട്ട് ഇറങ്ങണം. പിന്നെ ഒരു സ്റ്റെപ്പ് നമ്മൾ പുറകോട്ട് ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. അപ്പം നമ്മൾ മാക്സിമം പുറകോട്ട് ഇറങ്ങുമ്പോൾ അത്ര നമ്മുടെ ബോളിൻ്റെ വെയിറ്റ് കൂടും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് പുറകോട്ട് ഇറങ്ങാം. അപ്പോൾ ഈ ഒരു ഡ്രില്ല് നിങ്ങൾ മാക്സിമം ഡിസ്റ്റൻസിൽ നമ്മുടെ ഭിത്തിയായിട്ട് നിന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാച്ചിങ് പവർ മാക്സിമം കൂടും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കളിക്കാൻ നേരത്ത് മേളിൽ നിന്നൊക്കെ ബോൾ വരുവാണെങ്കിൽ പിടിക്കാൻ നേരത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അത് ഡ്രോപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോളിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ അതങ്ങ് വരും ഗൈസ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ദൂരേന്ന് ബോൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിടിക്കണം. അങ്ങനെ ഒരു 10x5 അത്രയും ചെയ്യണം. അപ്പം നമുക്ക് സൂപ്പറായിട്ട് ക്യാച്ചിങ് പവറൊക്കെ കൂടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ ബോൾ പിടിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പ്രശ്നമാണ് ചുമ്മാ പവർ തന്നെ ബോൾ ഇങ്ങനെ പിടിക്കും. അതിനുശേഷം നേരെ കയ്യിൽ നിന്ന് പോകും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോളിൻ്റെ വെളിയിൽ നിന്നുള്ള ആ പ്രഷർ നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ പുറകോട്ട് വലിക്കണം. അപ്പോൾ നമ്മുടെ കൈക്ക് അത്രയും വേദനയോ അങ്ങനെയൊന്നും എടുക്കില്ല. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഡ്രില്ല്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിങ് ഫുൾ ടോസ് എങ്ങനെ നമുക്ക് എറിഞ്ഞ് പഠിക്കാമെന്നാണ്. ഫുൾ ടോസ് അറിയാൻ അറിയില്ലാത്ത മാക്സിമം ആൾക്കാരുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. ഇതിന് പ്രത്യേക ഡ്രിൽസ് ഒന്നുമില്ല. മെയിനായിട്ട് നമ്മൾ കാര്യം ചെയ്യണം, നമ്മൾ സ്പിന്നൊക്കെ എറിയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗ്രിപ്പ് വരുന്നത്. ബോളിങ്ങിൽ ഇങ്ങനെയൊക്കെയാണ് ഗ്രിപ്പ് വരുന്നത്. ഫുൾ ടോസിന് അങ്ങനെയൊന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ആംഗിൾ വേണം നമ്മൾ പിടിക്കുക. ഇതുപോലെ പിടിക്കണം. പക്ഷേ ഇങ്ങനെ പിടിച്ചാലും നമുക്ക് പവർ കുറയാൻ ചാൻസ് ഉണ്ട് നമ്മൾ ബോളിങ്ങിൻ്റെ. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇറക്കി പിടിക്കണം. ഈ ഒരു ശൈലിയിൽ വേണം പിടിക്കാൻ. അങ്ങനെയാണ് നമ്മുടെ ബോൾ നമ്മൾ പതുക്കെ എറിഞ്ഞാൽ ബോൾ അത്യാവശ്യം പവറിൽ പോകും. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് എറിയണേന്ന് നോക്കാം. ഏകദേശം അപ്പം നമ്മളത് അറ്റത്ത് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാക്സിമം നമ്മുടെ ഫുൾ പവർ എടുക്കണം. അതിനുശേഷം നമ്മൾ എറിയാൻ ബോൾ ആണോ. അതിനോടൊപ്പം നമ്മൾ ബോൾ ക്യാച്ച് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കൂടെ തന്നെ നമുക്ക് ക്യാച്ചിങ് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ അറ്റത്ത് പിടിക്കുക, അതിനുശേഷം മാക്സിമം നമ്മുടെ പവർ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ സബ്സ്ക്രൈബ് കൗണ്ട് നിങ്ങൾ പെട്ടെന്ന് കൂട്ടേണ്ടതാണ്. പിന്നെ ഇങ്ങനത്തെ ക്രിക്കറ്റിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ക്രിക്കറ്റിൽ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക്